ഹായ് ഫ്രണ്ട്സ്, കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പയും ഇറച്ചിയും കൊണ്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ നമുക്ക് ഇറച്ചി നുറുക്കിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതൊന്ന് കഴുകി വാരിയെടുക്കാം. 1 കിലോ ഇറച്ചി നമ്മൾ കഴുകി വാരി വെച്ചതാണ്. അതിനകത്തേക്ക് നമുക്ക് 10 പച്ചമുളക്, 2 ഇഞ്ച് നീളത്തിലൊരു കഷ്ണം ഇഞ്ചി, ഒരു 2 ഇതൾ വേപ്പില, 1 ടീസ്പൂൺ ഉപ്പ്, ഇത്ര സാധനങ്ങൾ ഒന്ന് അടുത്ത് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കപ്പ വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി വേണം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ഇട്ടത്. ഇനി 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ലിറ്റർ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കപ്പ നമുക്ക് വേവിച്ചെടുക്കാം. നമ്മൾ ബീഫും കപ്പയും വേവിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി അത് കറിയാക്കാം. ഇവിടെ പാത്രം ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് 2 സവാള എടുത്തേക്കണത്. 2 മീഡിയം വലിപ്പമുള്ള സവാള ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞ് എടുത്തതാണ്. ഇത് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് സ്വല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് സവാള വാടാനായിട്ട് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ 8 വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, അരിഞ്ഞ് വെച്ചിട്ടുണ്ടത്. അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. 2 ഇല വേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അതും നമുക്ക് ഇതിനകത്തേക്ക് അടത്തിയിട്ട് കൊടുക്കാം. നമ്മുടെ സവാള വാടിയിട്ടുണ്ട്. നമുക്കിനി മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തേക്കണത്. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, മസാലപ്പൊടി കുരുമുളക് പൊടി ഇടണം. നമ്മൾ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി നമ്മൾ ഇടുന്നത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. എല്ലാ സാധനങ്ങളും ആയി. നമ്മുടെ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനകത്തേക്ക്. നമുക്ക് ഇറച്ചി ഇട്ട് കൊടുക്കാം. നമുക്ക് കപ്പയും കൂടി ഇട്ട് കൊടുക്കാം ഇതിനകത്തേക്ക്. കപ്പ ഇറച്ചിയും കൂടി വയ്ക്കുമ്പോഴത്തേക്കും നല്ല നെയ്യുള്ള ഇറച്ചിയാണെങ്കിൽ കപ്പയ്ക്ക് ആ നെയ്യ് പിടിച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്. അത് കഴിക്കാൻ ഇറച്ചിനേക്കാളും ടേസ്റ്റ് കപ്പയായിരിക്കും. അപ്പോൾ കപ്പ ഇറച്ചിയും കൂടി വയ്ക്കുമ്പോൾ ഇത്തിരി നെയ്യുള്ള ഇറച്ചി മേടിക്കാൻ നോക്കുക എല്ലാവരും. ഇവിടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് കറി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ കറിയിലകത്ത് ഒരു വേപ്പിലയുടെ തണ്ട് വെച്ചിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, കപ്പയും ബീഫിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. സാധാരണ നമ്മൾ എല്ലാ ആഴ്ചയിലും മേടിക്കുന്ന ഒരു വിഭവമാണ്
ബീഫ്. അപ്പോൾ ഇത്തിരി കപ്പയും കൂടി മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കുക. ഞങ്ങളുടെ ഈ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി.